നമസ്കാരം. ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ചുള്ള നമ്മളുടെ വീഡിയോകൾ തുടരുകയാണ്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വേദിക് ഏജിന്റെ ആരംഭത്തെ കുറിച്ചായിരുന്നു. വേദിക് ഏജിന്റെ അവസാനം എന്നോണം ഉപനിഷത്തുകളുടെ രചന തുടങ്ങുന്നു. അതായത് വേദാന്തം എന്ന് ഉപനിഷത്തിനെ വിളിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഉപനിഷത്തിലാണ് ഇന്ത്യൻ ഫിലോസഫി മുന്നോട്ടേക്കുന്ന പ്രധാനപ്പെട്ട ദർശനങ്ങളായിട്ടുള്ള മോക്ഷം, പുനർജന്മം, ധർമ്മ, കർമ്മ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ടേംസ് വരുന്നതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ് മനസ്സിലാക്കി. ഇപ്പോ രൂപമുള്ള ദൈവങ്ങളിൽ നിന്നും, അതും ഒരു രൂപം മാത്രമല്ല, കോടിക്കണക്കിന് രൂപമുള്ള ഒരു ദൈവത്തിൽ നിന്നും രൂപമില്ലാത്ത ബ്രഹ്മത്തിലേക്കുള്ള ഒരു മാറ്റവും നമ്മൾ ഉപനിഷത്തിന്റെ ഫിലോസഫിയിൽ നമ്മൾ കാണാൻ സാധിക്കുന്നു. ഇപ്പൊ നേതി ബ്രഹ്മത്തെ കുറിച്ച് അങ്ങനെയാണ് പറയുക. ബ്രഹ്മം അങ്ങനെയുമല്ല, ബ്രഹ്മം ഇങ്ങനെയുമല്ല എന്ന് വെച്ചാൽ ബ്രഹ്മത്തിന് രൂപമില്ല എന്നർത്ഥം. ഉപനിഷത്തിന് ശേഷം രണ്ടു തരം ചിന്താധാരകൾ ഉണ്ടായി. ഒന്ന് ആസ്തികർ, ഓർത്തഡോക്സ്. രണ്ട് നാസ്തികർ, ഹെട്രോഡോക്സ്. ഇപ്പം യൂറോപ്യൻ ഫിലോസഫിയിലും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും, ഈ നാസ്തികരുടെയും ആസ്തികരുടെയും വിഭജനം. പക്ഷെ അവിടെ അതിൽ വ്യത്യാസമുണ്ട്. അവര് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ ഈശ്വരനെ മാനിക്കുന്നവര്, അല്ലെങ്കിൽ സ്വർഗ നരക സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവര്. ഹെട്രോഡോക്സ് അല്ലെങ്കിൽ നാസ്തികർ എന്ന് പറയുന്നത് ഈശ്വരനെ അല്ലെങ്കിൽ സ്വർഗ നരക ചിന്തകളെ മാനിക്കാത്തവര്, അങ്ങനെയാണ്. പക്ഷെ ഇന്ത്യൻ ഫിലോസഫിയിൽ അങ്ങനെയല്ല. ഇന്ത്യൻ ഫിലോസഫിയിൽ ഓർത്തഡോക്സ്, ആസ്തികർ എന്ന് പറയുന്നവര് വേദം അവസാന വാക്കാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. കാര്യം വേദം ദൈവം തന്നെ രചിച്ചതാണെന്നും അതിന് ഇനിയൊരു തെളിവിന്റെ ആവശ്യമില്ല എന്നും വേദം തന്നെ തെളിവാണെന്നും വിശ്വസിക്കുന്നവരാണ് ആസ്തികർ. നേരെ മറിച്ച് വേദവും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്, വേദം അവസാന വാക്കല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നാസ്തികർ. നാസ്തികരായിട്ടുള്ള ഫിലോസഫേഴ്സിന്റെ ചിന്താധാരയിൽ നിന്നും ഇന്ത്യയിൽ 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഒന്ന് ചാർവാകർ, 2 ബുദ്ധമതം, 3 ജൈനമതം. ഈ ചാർവാകർ എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാനുള്ള അറിവുകളും കാര്യങ്ങളൊന്നും ഇല്ല. സത്യത്തിൽ ഈ ചാർവാകന്മാരെ കുറിച്ചുള്ള ലിഖിതമായ പല രേഖകളും അന്നത്തെ സമ്മർദ്ദങ്ങളിൽ, മത്സരങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ചാർവാകൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു എന്നും അവര് തുടങ്ങിവെച്ച കാര്യങ്ങളാണ് പിന്നീട് ചാർവാകരായതെന്ന് പറയുന്നവരുണ്ട്. ദേവഗുരു ബൃഹസ്പതിയാണ് ചാർവാകന്മാരുടെ ഉത്ഭവത്തിന്റെ ആധാരം എന്ന് പറയുന്നവരുണ്ട്. എനിവേ, ചാർവാകന്മാരെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ചാർവാകന്മാരെ പഠനം, ദർശനം ഭയങ്കര രസമുള്ള ദർശനമാണ്. നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും ചാർവാകരായിരിക്കും. ചാർവാകർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം, നരകം, സ്വർഗം എന്നൊന്നും വിചാരിച്ച് വെറുതെ സമയം കളയരുത്. ഈ ഭൂമിയിലുള്ളതെല്ലാം എൻജോയ് ചെയ്യാനുള്ളതാണ്. എൻജോയ് ചെയ്യൂ. ഇന്നത്തെ ദിവസം ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യും. അവരുടെ ഞാൻ ചാർവാകന്മാരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ ഇറക്കുന്നുണ്ട്. അതിൽ പറയണമെന്ന് വെച്ചാൽ കുടിക്കൂ കുടിക്കൂ കുടിക്കൂ, നിലത്ത് വീഴും വരെ കുടിക്കൂ, നിലത്ത് വീണ് കഴിഞ്ഞതിന് ശേഷം എണീറ്റ് വരൂ, എണീറ്റ് വന്നതിന് ശേഷം പിന്നെയും കുടിക്കൂ എന്നൊക്കെയാണ്. പിന്നെ ഒരു തീരുമാനം, പിന്നെ ഒരു ശ്ലോകം പറയുന്നത് ലാവിഷായിട്ട് ജീവിക്കൂ, കയ്യിലുള്ള പൈസ മുഴുവനും എൻജോയ് ചെയ്യൂ, അത് തീർന്നു കഴിഞ്ഞാൽ കടം മേടിച്ചും എൻജോയ് ചെയ്യൂ, കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ മുന്നിലുള്ള കാലത്തെക്കുറിച്ചോ ഒന്നും ആലോചിച്ച് വെറുതെ വിഷമിക്കരുത്, പുനർജന്മം എന്ന് പറഞ്ഞൊരു സാധനമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലുള്ള ആശയങ്ങളാണ് ചാർവാകന്മാരുടെ അടിസ്ഥാനം. ചാരുവാക്യം പറയുന്നവർ എന്നും ചാർവാകന്മാർക്ക് ഒരു പേരുണ്ട്. ചാരുവാക്യം എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായി സംസാരിക്കുന്നവർ. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ചാർവാകന്മാരെ കുറിച്ചൊരു അടുത്ത എൻ്റെ പ്രസന്റേഷൻ ചാർവാകന്മാരെ കുറിച്ചാണ്. രണ്ടാമത്തത് ഭഗവാൻ മഹാവീർ നേതൃത്വം കൊടുത്ത ജൈനമത സിദ്ധാന്തമാണ്. ജൈനമതം നമുക്കറിയാം, പിന്നീട് ജൈനമതം വളരുന്നതിനനുസരിച്ച് ശ്വേതാംബരരും ദിഗംബരരുമായി. ശ്വേതാംബരര് നമ്മൾ കൂടുതൽ കാണുന്നത് ശ്വേതാംബരായിട്ടുള്ള ജൈനന്മാരെയാണ്, വെള്ള വസ്ത്രം മാത്രം ധരിക്കുന്ന ജൈൻസ്. ദിഗംബര വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ ദിക്ക് തന്നെ വസ്ത്രമാക്കി നടക്കുന്ന, പൂർണ്ണ നഗ്നരായി ജീവിക്കുന്ന ദിഗംബരര്. ഇങ്ങനെ 2 വിഭാഗങ്ങളായി ജൈനമതം മാറുന്നത് നമ്മൾ കണ്ടു. പിന്നീടുള്ളത് ഭഗവാൻ ഗൗതം ബുദ്ധമതം.
ബുദ്ധമതം ഹീനിയാൻ, മഹായാൻ എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളായി പിന്നീട് മാറുന്നു. അതിനു പുറമെ മോഡേൺ ഇന്ത്യയിൽ ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതത്തിലെ ഒരു പുതിയ വേർഷൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതാണ് നവ്യാൻ. ഇങ്ങനെ 3 വിഭാഗമായി ഇന്ന് ബുദ്ധമതം നമുക്ക് കാണാൻ സാധിക്കും. ഈ നാസ്തികരുടെ ചിന്താക്കളുടെ വളർച്ച വളരെ ഫാസ്റ്റ് ആയിരുന്നു. ജനങ്ങൾക്കിടയിലേക്ക് അത് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ തുടങ്ങി. ഉദാഹരണത്തിന് ജൈനമതവും ബുദ്ധമതവും ജനങ്ങൾക്കിടയിലേക്ക് അത് ശക്തമായ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഭക്തി സാന്ദ്രമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു എന്താ പറയുക ഓർത്തഡോക്സ് ആയിട്ടുള്ള വിഭാഗം അതിനെ ചെറുത്തു നിൽക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിച്ചു. പിന്നീടാണ് നമ്മൾ സൂത്രയുഗം എന്ന് പറയുന്ന ഒന്ന് കാണുന്നത്. നാസ്തികരെ എന്താ പറയുക പ്രതിരോധിക്കുന്നതിന് വേണ്ടി പലതരം സൂത്രങ്ങൾ, ഫോർമുലകൾ സൃഷ്ടിക്കപ്പെട്ടു. ആ സൂത്രങ്ങളിലൂടെ, ഫോർമുലകളിലൂടെ പരമസത്യത്തെ തേടാനുള്ള വഴി എന്നുള്ള രീതിയിലുള്ള പല ഫിലോസഫി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. സൂത്രയുഗത്തിലെ പ്രധാനപ്പെട്ട 6 സൂത്രങ്ങൾ പിന്നീട് ദർശനങ്ങളായി പരിണമിക്കപ്പെട്ടു. സംഖ്യാസൂത്രം കപിലമുനി, ന്യായസൂത്രം ഗൗതം മുനി, യോഗാസൂത്രം പതഞ്ജലി, വൈശേഷിക സൂത്രം കണാദ മഹർഷി, മീമാംസാസൂത്രം ഋഷി ജമിനി, ഏറ്റവും അവസാനമായി ബ്രഹ്മസൂത്രം അല്ലെങ്കിൽ വേദാന്ത സൂത്രം ആചാര്യ ബദ്രായൻ. ഈ ബദ്രായൻ എന്ന പേര് വേദവ്യാസന്റെ തന്നെ പേരാണ് എന്ന് പരാമർശിക്കുന്നവരുണ്ട്. അത് വീണ്ടും വേദവ്യാസൻ കടന്നു വരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് വേദവ്യാസൻ ഒരു വ്യക്തിയാകാൻ ഒരു സാധ്യതയില്ല. അപ്പൊ ഇതെല്ലാം പിന്നീട് ദർശനങ്ങളായി മാറി. സാഖ്യദർശനം, ന്യായദർശനം, യോഗദർശനം, വൈശേഷിക ദർശനം, മീമാംസാ ദർശനം, വേദാന്ത ദർശനം, ഈ 6 ദർശനങ്ങളും കൂടെ ചേർന്നാണ് പിന്നീട് ഷഡ് ദർശനം എന്നറിയപ്പെടുന്നത്. ഈ ഷഡ് ദർശനമാണ് ഹിന്ദു ദർശനം അല്ലെങ്കിൽ സനാതന ദർശനം എന്നറിയപ്പെടുന്നത്. ഈ ഹിന്ദു ദർശനത്തില് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 8 ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രവും പിന്നെ ഗീതയുമാണ്. ഇതിലെ ഉപനിഷത്തുക്കളും ബ്രഹ്മസൂത്രവും പണ്ഡിതന്മാർക്ക് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ളതാണെങ്കിൽ ഭഗവത്ഗീത സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലുള്ള എന്താ പറയുക ഫിലോസഫിയാണ് മുന്നിൽ വയ്ക്കുന്നത്. പിന്നീടുള്ള കുറച്ചു കാലം ഭാരതത്തിൽ വേദാന്ത ദർശനത്തിൻ്റെതായിരുന്നു. നമുക്കറിയാം ശങ്കരാചാര്യര്, ശ്രീ ശങ്കരാചാര്യരുടെ വേദാന്ത ദർശനങ്ങളിലെ അദ്വൈത ദർശനം. അദ്വൈത ദർശനം പറയുന്നത് രണ്ടെന്നൊന്നില്ല, ഒന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം മിഥ്യയാണ്, മായയാണ്. ആകെയുള്ളത് ബ്രഹ്മം മാത്രമാണ്. ബാക്കിയെല്ലാം മായയാണ്, മിഥ്യയാണ്. നീയും ഞാനും മായയാണ്, നീയും ഞാനും മിഥ്യയാണ്, നിങ്ങൾ വിളിക്കുന്ന ഈശ്വരൻ മായയാണ്. അപ്പൊ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രശ്നം വന്നു. ഈശ്വരനും ഞാനും നീയും ഒക്കെ മായയാണെങ്കിൽ പിന്നെ ഭക്തി എന്തിനാ? അപ്പൊ ഈശ്വരനും മനുഷ്യനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമ്പോഴാണല്ലോ ഭക്തി എന്ന് പറയുന്ന ഒരു സാധനത്തിന് പ്രസക്തി ഉള്ളത്. അപ്പൊ ഭക്തി എന്ന് പറയുന്ന ഒരു കാര്യത്തെ തച്ചുടയ്ക്കുന്നതായിരുന്നു ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത ദർശനം. അദ്വൈത ദർശനത്തിന് ശേഷം ഭക്തി എന്ന് പറയുന്ന ഒരു എലമെന്റ് ജനജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു പുതിയ തരം മൂവ്മെന്റ് ഇന്ത്യൻ ഫിലോസഫിയിൽ നടക്കാൻ തുടങ്ങി. അതിലെ പ്രധാനപ്പെട്ട ചിലത് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തത് വൈഷ്ണവ ദർശനാണ്. വിഷ്ണു ഭക്തർ, അതായത് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ വിശ്വസിക്കുന്ന, ദശാവതാരങ്ങളാണ് ലോകത്തിൽ ഓരോരോ കാലങ്ങളിൽ ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്ന വൈഷ്ണവർ അല്ലെങ്കിൽ വൈഷ്ണവ ദർശനം. അപ്പം മഹാത്മാഗാന്ധി ഒരു വൈഷ്ണവ ദാർശനികനാണ് പുതിയ യുഗത്തിലെ. വേറൊന്നാണ് വിശിഷ്ട അദ്വൈതവാദം. ആചാര്യ രാമാനുജൻ ആണ് ഇതിന് ഉപജ്ഞാതാവ്. പിന്നീട് രാമാനന്ദ് എന്ന് പറയുന്ന ഒരു മിടുക്കനായിട്ടുള്ള ശിഷ്യൻ അദ്ദേഹത്തിന് ഉണ്ടാവുന്നു. ആചാര്യ രാമാനന്ദാണ് അത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് കബീർ ദാസ്. രാമാനന്ദന്റെ ശിഷ്യനാണ് കബീർ ദാസ്. അപ്പൊ ആചാര്യ രാമാനുജൻ, ആചാര്യ രാമാനന്ദൻ, കബീർ ദാസ്. ആ സീക്വൻസ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പിന്നീടുള്ളത് ശുദ്ധ അദ്വൈതവാദം.
ശുദ്ധ അദ്വൈതവാദത്തിലെ ആചാര്യ വല്ലഭാനന്ദൻ, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് സൂർദാസ്. നിംബാർക്ക് ആചാര്യന്റെ ദ്വൈത അദ്വൈതവാദം, മധു ആചാര്യന്റെ ദ്വൈതവാദം, അത് ശ്രീ ശങ്കരാചാര്യരോടുള്ള തുറന്ന എതിർപ്പായിരുന്നു. അദ്വൈതവാദം ശ്രീ ശങ്കരാചാര്യർ പറയുമ്പോൾ ദ്വൈതവാദം മധു ആചാര്യൻ പറയാണ്. അതായത് ഈ വാദങ്ങളെല്ലാം തന്നെ ഭക്തി എന്ന് പറയുന്ന ഒരു എലമെന്റിനെ വീണ്ടും ഫിലോസഫിയിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തമായ ശ്രമമായിരുന്നു. അതിൽ വൈഷ്ണവ ദർശനം വിജയിച്ചു എന്നുള്ളതാണ് സത്യം. ഇതേ കാലയളവിലാണ് സിഖിസം ഡെവലപ്പ് ചെയ്യുന്നത്. സിഖിസത്തിലും രൂപമില്ലാത്ത, ഉപനിഷത്തിൽ പറയുന്ന ബ്രഹ്മത്തിൽ പോലെ രൂപമില്ലാത്ത ഒരു ദൈവിക ദർശനമാണ് സിഖിസവും സ്വീകരിച്ചു പോരുന്നത്. സിഖിസവുമായി കബീർ ദാസ് വളരെ അധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അടുത്ത അധ്യായത്തിൽ നമുക്ക് കുറച്ച് മോഡേൺ ഫിലോസഫിയെ പരിചയപ്പെടാം. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാണുന്നവരൊക്കെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്